ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദീപക് മല്ല വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് ചിത്രങ്ങളൊന്നുമില്ല, കുറച്ച് പടങ്ങൾ മാത്രമാണ് ഈ ഒരാഴ്ചയിൽ OTT റിലീസ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ കുറച്ച് പടങ്ങളൊക്കെ ഇപ്പോൾ സർപ്രൈസ് റിലീസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം വഹിച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നരേൻ അതുപോലെ തന്നെ മീര ജാസ്മിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കി C5 ആണ്. C5 ചിത്രം ഇപ്പോൾ ഫെബ്രുവരി മാസം 14-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. മലയാള ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ ചിത്രം കണ്ടിരുന്നു, കുഴപ്പമില്ലാത്തത് തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. വലിയ കഥയൊന്നുമില്ല, എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാണുന്നുള്ളവർക്കൊക്കെ C5 ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സഭാനായകൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അശോക് സെൽവൻ അതുപോലെ തന്നെ മേഘ ആകാശ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലൂടെ ഒരു ചിത്രമാണ് സഭാനായകൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. കഴിഞ്ഞ ഈ ചിത്രത്തിന്റെ ലീക്ക്ഡ് വിൻഡ് റിലീസ് ചെയ്തിട്ടായിരുന്നു, ലീക്ക്ഡ് എച്ച് പ്രിന്റ് റിലീസ് ചെയ്തിട്ടായിരുന്നു. ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി ഇപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡങ്കി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഷാറുഖ് ഖാൻ, വിക്കി കൗശൽ, തപസി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഡങ്കി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സും അതുപോലെ തന്നെ ജിയോ സിനിമാസുമാണ്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ ചിത്രം ജിയോ സിനിമാസിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മേ ബി ഈ ചിത്രം അടുത്ത ആഴ്ചയോട് കൂടിയിട്ടായിരിക്കും റിലീസ് ചെയ്യാൻ നിൽക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരുപാട് വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ദ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസ് സ്വന്തമാക്കി C5 ആണ്. ഇപ്പോഴാണ് ചിത്രം റിലീസിനെത്തുന്നത്. ഈ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. പിണ്ടം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീകാന്ത്, ഈശ്വർ രാവു, കുശി, രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് ഹൊറർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു പിണ്ടം എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ആഹാ തെലുങ്കിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ആഹാ തമിഴിലൂടെ ഈ വരുന്ന ഫെബ്രുവരി മാസം 15-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിലൂടെ ചിത്രമാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആഹാ തമിഴിലൂടെ ചിത്രം അടുത്ത ഫെബ്രുവരി മാസം 16-ാം തീയതി ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാമകലാപം 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രിയാമണി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് ബാമകലാപം 2 എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഞാൻ സാമി റംഗ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാഗാർജുന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഞാൻ സാമി റംഗ എന്ന് പറയുന്നത്. മലയാളത്തിലെ പൊറിഞ്ചുമറൈൻ ജോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ഞാൻ സാമി റംഗ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്തു കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 17-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാവുന്ന ഒരു വെബ് സീരീസ് ആണ് പോച്ചീർ എന്ന് പറയുന്നത്. നമ്മുടെ നിമിഷ സജയനും അതുപോലെ തന്നെ റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് പോച്ചീർ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഫെബ്രുവരി മാസം 23-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ ചിത്രത്തിന്റെ ഈ വെബ് സീരീസിന്റെ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എബ്രാം മോസ്ലർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മുക്ക, അതുപോലെ ജയറാം, സെന്തിൽ രാജമണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു മെഡിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു എബ്രാം മോസ്ലർ എന്ന് പറയുന്നത്. നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഫെബ്രുവരി മാസം 23-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രേമലു എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നെസ്ലൻ, മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ രൂപത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് പ്രേമലു എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ ആണ്. വേറൊരു അപ്ഡേറ്റും കാര്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മേ ബി ഈ ചിത്രം മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ട് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അന്വേഷിപ്പിംഗ് കണ്ടെത്തും എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ കൊടുത്താവുന്ന ഒരു ചിത്രമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ തിയേറ്റർ റിലീസ് ചെയ്ത് വലിയ റെസ്പോണ്ടോട് കൂടിയിട്ട് ഇപ്പോൾ തിയേറ്ററിൽ വലിയൊരു വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി നമ്മുടെ മാർച്ച് മാസം പകുതിയോട് കൂടിയിട്ടായിരിക്കും ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.